ക്ലാസ് 4ലെ മാത്സിന്റെ യൂണിറ്റ് 9 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പകുതി പോർഷൻ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ പഠിക്കുന്ന ഏത് പേജ് തൊട്ടാണ്? 154 തൊട്ട്. ആദ്യത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫിൽ ഇൻ ദ ബിൽ. എന്താണ്? ബില്ല് പൂരിപ്പിക്കാൻ. സിയൂദ് ആൻഡ് ആദി bought things of the same price from the school store. സിയൂദും ആദിയും സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. Their bills are shown below. അവർ വാങ്ങിയതിന്റെ ബില്ലാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. Some numbers in Adi's bill got erased. Can you find them? Write them in the table. അപ്പൊ എന്താണ്? ആദിയുടെ ബില്ലിലെ വിലകളൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? മാഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ബില്ല് 1ഉം ബില്ല് 2ഉം ഉണ്ട് അല്ലേ. സിയൂദിന്റെ ബില്ലാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ആദിയുടെ ബില്ലാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. സിയൂദിന്റെ ബില്ലിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയേ. ഐറ്റം ഉണ്ട്, എന്തൊക്കെയാണ് വാങ്ങിയെന്നുണ്ട്, പിന്നെ എത്ര എണ്ണം വാങ്ങി എന്നാണ് രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തത്. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പ്രൈസ് എത്ര രൂപയാണെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നോട്ട് ബുക്ക് എത്ര എണ്ണം വാങ്ങിയത്? 4 എണ്ണം, 72 റുപ്പീസ്. ചാർട്ട് 6 എണ്ണം, 30 റുപ്പീസ്. പെന്ന് 8, 72 റുപ്പീസ്. സ്കെയില് 10, 60 റുപ്പീസ്. ഈ രീതിയിലാണ് എന്ത് അവിടെ വിലകൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു നോട്ട് ബുക്ക് നോക്കിക്കേ. 4 എണ്ണത്തിന്റെ വിലയാണ് അവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? 72 റുപ്പീസ്. നമുക്കപ്പോ ഒരെണ്ണത്തിന്റെ വില കിട്ടിയാൽ മാത്രമേ മറ്റേ ആദിയുടെ വില പട്ടികയിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഒരെണ്ണത്തിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 72നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 72നെ 4 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണല്ലേ, ഓർക്കുന്നുണ്ടോ? 72 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ അപ്പൊ ആദ്യം ഡിവൈഡ് ചെയ്യുന്ന ഏത് സംഖ്യയാണ്? 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അതായത് 7നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഏത് ടേബിളാണ് ചെല്ലി നോക്കേണ്ടത്? 4ന്റെ ടേബിള് നമ്മൾ ചെല്ലി നോക്കണം. 4ന്റെ ടേബിൾ ചെല്ലി നോക്കിക്കേ. അപ്പോൾ 1 × 4 4, 2 × 4 8 ആയി പോകും അല്ലേ. അപ്പൊ 7ന്റെ താഴെ നിൽക്കണം. 1 × 4 = എത്ര വരും? 4. 7ൽ നിന്ന് എന്ത് ചെയ്യണം? 4 കുറച്ച് നോക്കണം. അപ്പൊ എത്രയാണ്? 3. 2 അതേപടി താഴോട്ട് ഇറക്കി എഴുതുന്നു. അപ്പൊ എത്ര വരും? 32 എന്ന് കിട്ടും. ഇനി 32നെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. 4ന് എത്ര ഇൻറ്റു ആണ് 32 വരുന്നത്? 8 × 4 ആണ് 32 വരുന്നത് അല്ലേ. 8 × 4 = എത്ര വരും? 32. ടേബിൾ നന്നായി അറിഞ്ഞിരിക്കണം കേട്ടോ. 2ൽ നിന്ന് 2 പോകുമ്പോൾ 0, 3ൽ നിന്ന് 3 പോകുമ്പോൾ 0 അല്ലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? 18. അപ്പൊ ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? 18 റുപ്പീസ് എന്ന് വരും അല്ലേ. ഒരു നോട്ട് ബുക്കിന് 18 റുപ്പീസ് നമുക്ക് വില കിട്ടി. ഇനി അടുത്ത ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? പ്രൈസ് ഓഫ് എ ചാർട്ട്. അപ്പൊ 6 ചാർട്ടിനാണ് 30 രൂപ അല്ലെ. 6 ചാർട്ട് പേപ്പറിനാണ് എന്ത്? 30 രൂപ. അപ്പൊ ഒരു ചാർട്ട് പേപ്പറിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 30 ÷ 6. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. 6ന്റെ ടേബിള് ചൊല്ലി നോക്കണം. അപ്പൊ 6ന്റെ ടേബിൾ നോക്കുമ്പോൾ എത്രയാണ്? 5 × 6 ആണ് 30. അപ്പൊ ഒരു ചാർട്ട് പേപ്പറിന് എത്ര രൂപയായി? 5 റുപ്പീസ്. ഇനി അടുത്ത ഏതാണ്? പ്രൈസ് ഓഫ് പെന്ന്. പെന്ന് എങ്ങനെ വരും? 72 ÷ 8. 72 ÷ 8 എത്രയാണ്? 8ന്റെ ടേബിള് ചൊല്ലി നോക്കുക. അപ്പൊ എത്ര വരും? 9 × 8 ആണ് 72 വരുന്നത്. അപ്പൊ ഒരു പേനയ്ക്ക് എത്രയാണ്? 9 റുപ്പീസ്. ഇനി അടുത്ത ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? സ്കെയില്. സ്കെയിൽ എങ്ങനെയാണ്? 60 ÷ 10. 60 ÷ 10 എത്രയാണ്? 6 വരും അല്ലേ. 6 × 10 ആണ് 60. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും വില കിട്ടി. ഇനി ഇവിടെ ആദിയുടെ ബില്ല് അപ്പൊ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? പെന്ന് എത്ര എണ്ണമാണ് ആദി വാങ്ങിയിരിക്കുന്നത്? 6 എണ്ണമാണ് ആദി വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഒരു പേനയുടെ വില എത്രയാണ്? 9. അപ്പോൾ 6 × 9 എത്ര വരും? 54. അപ്പോൾ അവിടെ എഴുതുക 54. പിന്നെ സ്കെയിലിന് എത്രയാണ്?
ഒരു സ്കെയിലിന് എത്രയാണ് 6 രൂപ. അപ്പൊ 3 സ്കെയിലിന് എത്ര രൂപയായി? 6 × 3 = 18. പിന്നെ നോട്ട് ബുക്ക് എത്രയാണ് വാങ്ങിയിരിക്കുന്നത്? 5 അല്ലെ? 5 × 18. 18 × 5 നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? 18 × 5 ഗുണിച്ചു നോക്കണം. 18 × 5 എത്ര വരും? 90 rupees. പിന്നെ ചാർട്ട് പേപ്പറിനോ എത്രയെണ്ണം വാങ്ങിയിരിക്കുന്നു? 8 എണ്ണം അല്ലെ? 8 എണ്ണം വാങ്ങിയിരിക്കുന്നു. 8 × 5 = 40 rupees എന്ന് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടല് കണ്ടുപിടിക്കണം. ആദ്യം ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? സിയൂദിന്റെ എല്ലാം കൂടെ കൂട്ടുക. സിയൂദിന്റെ ഏതൊക്കെയാണ് കൂട്ടേണ്ടത്? 72 + 30 + 72 + 60. അത്രയും കൂട്ടുമ്പോ എത്ര കിട്ടും? 234 rupees എന്ന് കിട്ടും അല്ലെ? ഇനി മറ്റേ ആളുടെ ആദിയുടെ എങ്ങനെയാണ് കൂട്ടുന്നത്? ആദിയുടെ എല്ലാം കൂടെ കൂട്ടണം അല്ലെ? 54 + 18 + 90 + 40. ഇപ്പൊ എത്രയാണ് കിട്ടുന്നത്? 202 rupees എന്നും നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എഴുതുക. നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? നെക്സ്റ്റ് പേജ് നോക്കിക്കേ. അങ്കിൾ പരമൂസ് ഫ്രൂട്ട് ഷോപ്പ് അല്ലെ? പരമു ചേട്ടന്റെ പഴക്കടയെ കുറിച്ചാണ് ഇനി അടുത്ത് പഠിക്കുന്നത്. സോ മെനി ഫ്രൂട്ട്സ് ഇൻ അങ്കിൾ പരമൂസ് ഫ്രൂട്ട് ഷോപ്പ് അല്ലെ? പരമു അങ്കിളിന്റെ പഴക്കടയില് ധാരാളം പഴങ്ങളുണ്ട് അല്ലെ? ഫ്രൂട്ട് എന്തൊക്കെ പഴങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ആപ്പിള്, ഓറഞ്ച്, മാംഗോ, പൈനാപ്പിൾ. അതിന്റെ നമ്പേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്കിൾ പരമു ഈസ് അറേഞ്ചിങ് ദ ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദ ടേബിൾ. ആപ്പിൾസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 7 ട്രേസ്. അപ്പം പട്ടികയിലെ എണ്ണം അനുസരിച്ച് പഴങ്ങള് അടുക്കി വെക്കുകയാണ് ആര്? പരമു അങ്കിൾ അല്ലേ? അപ്പൊ ആപ്പിള് എത്ര ട്രേയിലാണ് വെച്ചത്? 7 ട്രേയിലായിട്ട് തുല്യമായിട്ട് വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൗ മെനി ഇൻ ഈച്ച് ട്രേയിൽ, ഓരോ ട്രേയിലും എത്ര വീതം വെച്ചു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആപ്പിൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? 35 അല്ലെ? അപ്പൊ 35നെ എന്ത് ചെയ്യണം? എത്ര ട്രേ വെച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 7 ട്രേയിൽ, 7 ട്രേയിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഡിവൈഡ് ചെയ്യണം അല്ലെ? 35 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു എത്ര വരും? 5. അപ്പൊ എത്ര എണ്ണം വീതമാണ് വെച്ചിരിക്കുന്നത്? 5. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓറഞ്ചസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 6 ട്രേസ്. ഹൗ മെനി ഇൻ ഈച്ച് ട്രേ? ഓറഞ്ച് എന്ത് ചെയ്തിരിക്കുകയാണ്? ഓറഞ്ച് 6 എണ്ണം വീതമാണ് തുല്യമായിട്ട് ട്രേ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ട്രേയില് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓറഞ്ചിന്റെ എണ്ണം മുകളിൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 36. 36 ഡിവൈഡഡ് ബൈ 6 അല്ലെ? 36നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6 × 6 ആണ് 36. അപ്പോൾ നമ്മൾ അവിടെ എത്രയാണ് എഴുതേണ്ടത്? 6. ഇനി നെക്സ്റ്റ് എന്താണ്? മാംഗോസ് ഡിവൈഡഡ് ഇൻറ്റു പൈൽസ് ഓഫ് 5. ഹൗ മെനി ഇൻ ഈച്ച് പൈൽ? അപ്പൊ മാമ്പഴം എന്താണ്? 5 കൂട്ടമാക്കി വെച്ചു. അപ്പൊ ഓരോ കൂട്ടത്തിലും എത്ര മാമ്പഴം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാമ്പഴത്തിന്റെ എണ്ണം അവിടെ മുകളിൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 50 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 5. 50 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 10. ഇനി ലാസ്റ്റ് ഏതാണ് കൊടുത്തിരിക്കുന്നത്? പൈനാപ്പിൾസ് ഹങ് അപ്പ് ഇൻ ബഞ്ചസ് ഓഫ് 4. ഹൗ മെനി ഇൻ ഈച്ച് ബഞ്ച്? പൈനാപ്പിൾ എന്താണ്? 4 എണ്ണം വീതം ഒരുമിച്ച് തൂക്കിയിട്ടാല് എത്ര കൂട്ടങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. പൈനാപ്പിൾസ് 4 എണ്ണം വീതം തൂക്കിയിടുകയാണ് അല്ലെ? 4 എണ്ണം വീതം ഒരുമിച്ച് തൂക്കിയിട്ടാൽ എത്ര കൂട്ടങ്ങൾ ഉണ്ടെന്നാണ്. അപ്പൊ പൈനാപ്പിൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 32. അപ്പം 32നെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 4. 32 ഡിവൈഡഡ് ബൈ 4 = 8. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. നെക്സ്റ്റ് പേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? റൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ചിൽഡ്രൻ ഓഫ് പട്ടുമല സ്കൂൾ ആർ ഗിവൺ 5 kilograms ഓഫ് റൈസ് ഈച്ച് ഫോർ ഓണം. 37 sacks ഓഫ് റൈസ് ഈച്ച് വിത്ത് 50 kilograms have reached the school. To how many children rice can be given? How do we കാൽക്കുലേറ്റ്? എന്താണ് പറയുന്നത്? അരി വിതരണമാണ് അല്ലെ? അരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പം പട്ടുമല സ്കൂളിലെ കുട്ടികൾക്ക് എന്താണ്? ഓണം പ്രമാണിച്ചാണ് 5 കിലോ വീതം
അരി കൊടുക്കുകയാണ് അല്ലെ. 5 കിലോ വീതം അരിയാണ് കൊടുക്കുന്നത്. അപ്പൊ എത്ര ചാക്ക് അരിയാണ് എത്തിയിരിക്കുന്നത്? 37 സാക്സ് എന്നാണ് പറയുന്നത്. സാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ചാക്ക്. 37 ചാക്ക് അരി എത്തിയിട്ടുണ്ട്. അപ്പൊ ഓരോ ചാക്കിലും എത്ര കിലോ വീതം അരിയുണ്ട്? 50 കിലോ വീതം അരി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് ഗിവൺ ടു വൺ ചൈൽഡ്? ഒരു കുട്ടിക്ക് എത്ര കിലോ അരിയാണ് കൊടുക്കേണ്ടത്? എത്ര കിലോ അരിയാണ് കൊടുക്കേണ്ടത്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 5 കിലോഗ്രാം. ഇനി ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഇൻ ഈച്ച് സാക്ക്? ഓരോ ചാക്കിലും എത്ര കിലോഗ്രാം അരി വീതം ഉണ്ട്? എത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 50 കിലോഗ്രാം അല്ലെ. 50 കിലോഗ്രാം. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് ക്യാൻ ബി ഗിവൺ ടു ഹൗ മെനി ചിൽഡ്രൻ? ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 50 ഡിവൈഡഡ് ബൈ 5 നോക്കണം. 50 ഡിവൈഡഡ് ബൈ 5 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5ന്റെ ടേബിൾ ചൊല്ലി നോക്കാം. അപ്പൊ എത്രയാണ്? 10 into 5 ആണ് 50 വരുന്നത് അല്ലെ. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? എത്രയാണ് വരുന്നത്? 10 അല്ലെ. ഇനി അടുത്തത് ഹൗ മെനി സാക്സ് ഓഫ് റൈസ് ആർ ദയർ? അവിടെ എത്ര ചാക്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 37. എത്രയാണ്? 37 സാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ 37 എന്ന് എഴുതുക. ഇനി ഹൗ മെനി ചിൽഡ്രൻ ഇൻ ഓൾ ക്യാൻ ബി ഗിവൺ റൈസ്? അപ്പൊ എത്ര കുട്ടികൾക്ക് അരി കൊടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹൗ മെനി ചിൽഡ്രൻ, എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. 37 ആണ്. 37 into 5, 37 into 50 നോക്കുക. 37 into 50 എത്രയാണ് വരുന്നത്? എത്ര വരും? 1850 kilograms എന്ന് വരും. ഇനി 1850 അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും എന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 5 നോക്കുക. അപ്പൊ എന്ത് ചെയ്യണം? എളുപ്പത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. 1500 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 350 ഡിവൈഡഡ് ബൈ 5 നോക്കുക. ഇപ്പൊ 1500 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്? 300 പ്ലസ് 70 കൂടെ നോക്കുക. 350 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് വരുന്നത്? 70. അപ്പൊ എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 370. റൈസ് ക്യാൻ ബി ഗിവൺ ടു എ ടോട്ടൽ ഓഫ്, എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 370 ചിൽഡ്രന് കൊടുക്കാൻ പറ്റും അല്ലെ. 37 സാക്സ് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 370. ഗൂസ്ബെറീസ് എന്താണ്? നെല്ലിക്ക അല്ലെ. നെല്ലിക്കയുടെ കണക്കാണ് അടുത്തത് നോക്കുന്നത്. മിലാദ് ആൻഡ് വാസു ആർ ഫ്രണ്ട്സ്. മിലാദും വാസു ആരാണ്? കൂട്ടുകാരാണ് അല്ലെ. മിലാദ് ബോട്ട് സം ഗൂസ്ബെറീസ് വിച്ച് ഈസ് മോർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ 16. മിലാദ് കടയിൽ നിന്നും എന്ത് ചെയ്തു? നെല്ലിക്ക വാങ്ങിയല്ലേ. നെല്ലിക്കയുടെ എണ്ണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10ൽ കൂടുതലുമാണ് 16ൽ കുറവുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഗേവ് ഹാഫ് ഓഫ് ദം ടു വാസു. എന്നിട്ട് ഇതിൽ പകുതി എണ്ണം ആർക്ക് കൊടുത്തു? നെല്ലിക്ക ആർക്ക് കൊടുത്തു? വാസുവിന് കൊടുത്തു. വാസു ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഗൂസ്ബെറീസ് ഈക്വലി ബിറ്റ്വീൻ ഹിസ് 2 children and Milad distributed them equally between his 3 children. Who got more gooseberries? Vasu's children or Milad's children? വാസുവിന്റെ 2 മക്കൾക്കും എന്താണ്? 2 മക്കൾക്കും കൊടുത്തു. മിലാദ് തന്റെ 3 മക്കൾക്കും എന്ത് ചെയ്തു? തുല്യമായിട്ട് നെല്ലിക്ക വീതിച്ചു. അപ്പം വാസുവിന്റെ മക്കൾക്കാണോ മിലാദിന്റെ മക്കൾക്കാണോ കൂടുതൽ നെല്ലിക്ക കിട്ടിയതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി can you explain how you found out what all numbers can be the number of gooseberries Milad bought? മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം ഏതൊക്കെ സംഖ്യകളാകാം? 11, 12, 13, 14, 15. ഇതിൽ ഏതെങ്കിലും സംഖ്യകളായിരിക്കും. Can 15 gooseberries be divided equally between 2? 15 നെല്ലിക്ക എന്താണ്?
രണ്ടു പേർക്ക് തുല്യ എണ്ണമായിട്ട് വീതിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീതിക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ? നോ, ബിക്കോസ് ഈസ് ആൻ ഓഡ് നമ്പർ. അതെന്താണ്? 15 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയാണ് അല്ലെ? എന്താണ് ബോയ് പറയുന്നത് നോക്കിയേ, നമ്പർ ഓഫ് ഗൂസ്ബെറീസ് ഷുഡ് നോട്ട് ബി ഓഡ്. എന്താണ്? നെല്ലിക്കയുടെ എണ്ണം ഒറ്റ സംഖ്യ ആകരുത്. We should be able to divide the gooseberries into 3 equal parts. ഗേൾ എന്താണ് പറഞ്ഞത്? നെല്ലിക്കയുടെ എണ്ണം 3 തുല്യ ഭാഗമാക്കാൻ കഴിയണം. അപ്പോൾ നോക്കിക്കേ, നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാദ് ബോട്ട് എത്രയായിരിക്കണം? 12. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് വാസു ഗോട്ട്, വാസുവിന് അപ്പൊ എത്രയാണ്? പകുതി കൊടുത്തെന്നല്ലേ പറഞ്ഞ, അപ്പൊ എത്രയാണ്? 6. അപ്പൊ നമ്പർ ഓഫ് ഗൂസ്ബെറീസ് വാസൂസ് ഈച്ച് ചൈൽഡ് ഗോട്ട്, അപ്പൊ 6 ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളാണുള്ളത്? 2. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എത്ര വരും? 3. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാദ്സ് ഈച്ച് ചൈൽഡ് ഗോട്ട്, ഇപ്പൊ മിലാദിന്റെ കുട്ടികൾക്ക് എത്ര കിട്ടി? 6 ഡിവൈഡഡ് ബൈ 3 നോക്കണം, എത്ര വരും? 2. അപ്പൊ ഹൂ obtained more gooseberries, ആർക്കാണ് കൂടുതൽ കിട്ടിയത്? വാസുസ് ചിൽഡ്രൻ. ഇനി നെക്സ്റ്റ് ഡേയിൽ എങ്ങനെയാ നോക്കിക്കേ. നെക്സ്റ്റ് ഡേ വാസു ബോട്ട് gooseberries more than 20 and less than 30 and gave half of them to Milad. Milad distributed them among 4 of his friends and Vasu among 3 of his friends എന്നാണ്. അപ്പൊ രണ്ടാം ദിവസം അങ്ങനെ ആരാണ് വാങ്ങിയത് നെല്ലിക്ക? വാസു ആണ് നെല്ലിക്ക വാങ്ങിയത്. അപ്പൊ നെല്ലിക്കയുടെ എണ്ണം എങ്ങനെയാണ്? 20നും 30നും ഇടയിലാണ്. 20 to 30 എന്നാണ് പറയുന്നത്. പകുതി എണ്ണം നെല്ലിക്ക ആർക്ക് കൊടുത്തു? മിലാദിന് കൊടുത്തു. മിലാദ് തന്റെ ഫ്രണ്ട്സിനൊക്കെ എത്ര ഫ്രണ്ട്സിനാണ് കൊടുത്തത്? 4 ഫ്രണ്ട്സിനും. വാസു തന്റെ എത്ര എണ്ണം കൊടുത്തു? 3 ഫ്രണ്ട്സിനുമായിട്ട് തുല്യമായിട്ട് കൊടുത്തു. അപ്പൊ ആർക്കാണ് കൂടുതൽ? ഹൂസ് ഫ്രണ്ട്സ് ഗോട്ട് മോർ, ആരുടെ ഫ്രണ്ട്സിനാണ് കൂടുതൽ കിട്ടിയതെന്നും കണ്ടുപിടിക്കണം. ഹൗ മെനി ഗൂസ്ബെറീസ് ഡിഡ് വാസു ബൈ, വാസു എത്ര എണ്ണം വാങ്ങിയെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏത് നമ്പർ ആയിരിക്കും വരിക? നമ്പർ ഓഫ് ഗൂസ്ബെറീസ് വാസു ബോട്ട് ഈസ് ബിറ്റ്വീൻ 20 and 30. 20ക്കും 30ക്കും ഇടയിലായിരിക്കും വരുന്നത്. അതൊരു ഈവൻ നമ്പർ ആയിരിക്കും അല്ലെ? അപ്പം 22, 24, 26 or 28, ഈ 4 നമ്പറിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കണം. അപ്പൊ ഏതായിരിക്കും? 24. നോക്കിക്കേ, ഇഫ് വാസു ബോട്ട് 24 gooseberries, the number of gooseberries given to മിലാദ്. അപ്പൊ 24 ആണ്, മിലാദിന് എത്ര എണ്ണം കൊടുത്തു കാണും? 12. ഇഫ് മിലാദ് ഗീവ്സ് ഹിസ് ഗൂസ്ബെറി ടു 4 ഫ്രണ്ട്സ്, അപ്പൊ മിലാദ് അതിൽ നിന്നും 4 ഫ്രണ്ട്സിനായിട്ട് കൊടുത്താൽ എങ്ങനെ എഴുതണം? 12 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു എത്ര വരും? 3. ഇനി വാസു എത്ര ഫ്രണ്ട്സിനാണ് കൊടുത്തത്? 3 ഫ്രണ്ട്സ്. അപ്പൊ അതെങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ 3, അപ്പൊ എത്ര വരും? 4. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൂസ് ഫ്രണ്ട്സ് ഗോട്ട് മോർ, അപ്പൊ ആർക്കാണ് കൂടുതൽ കിട്ടിയത്? വാസു ഫ്രണ്ട്സിന് അല്ലെ? എത്ര കിട്ടി? 4 gooseberries. ഇനി വാസു എത്ര നെല്ലിക്കയാണ് വാങ്ങിച്ചത്? വാസു ബോട്ട് 24 gooseberries. നെക്സ്റ്റ് പേജ് എടുത്തേ. സ്വീറ്റ് ബർത്ത്ഡേ. In the school there are 2 divisions of class 4 with a total of 40 children. Shraddha on her birthday distributed 4 candies to each child, but candies were run out and 10 children remained to get candies. The children found a way out without buying more candies and everyone got the same number of candies. അപ്പോൾ സ്കൂളിൽ എന്താണ്? 4ാം ക്ലാസ്സില് 2 ഡിവിഷനിലുമായി എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിത്ത് ടോട്ടൽ ഓഫ് 40 ചിൽഡ്രൻ അല്ലെ? 2 ഡിവിഷനിലുമായി 40 കുട്ടികളുണ്ട്. അപ്പൊ ശ്രദ്ധ എന്ത് ചെയ്തു? ശ്രദ്ധ ഓൺ ഹെർ ബർത്ത്ഡേ, ശ്രദ്ധ തന്റെ പിറന്നാളിന് ഓരോ കുട്ടികൾക്കും എത്ര ക്യാൻഡീസ് കൊടുത്തെന്നാ പറഞ്ഞത്? 4 ക്യാൻഡീസ് വീതം ഓരോ കുട്ടികൾക്കും കൊടുത്തു. പക്ഷെ മിഠായി ഒക്കെ കൊടുത്തു തുടങ്ങി. മിഠായി എന്ത് ചെയ്തു? മിഠായി അങ്ങ് പെട്ടെന്ന് തീർന്നുപോയി. 10 കുട്ടികൾക്ക് എന്ത് ചെയ്തു? മിഠായി കിട്ടിയില്ല. അപ്പം കൂടുതൽ മിഠായി വാങ്ങാതെ കുട്ടികൾ തന്നെ എന്ത് ചെയ്തു? ഒരു വഴി കണ്ടുപിടിച്ചു. എല്ലാവർക്കും എന്നിട്ട് എന്ത് ചെയ്തു? ഒരേ എണ്ണം തന്നെ
കിട്ടി. ഹൗ മെനി ക്യാൻഡീസ് ഡിഡ് ഈച്ച് ഗെറ്റ്? അപ്പൊ എന്താണ്, ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയേ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റിസീവ്ഡ് ക്യാൻഡീസ്, എത്ര കുട്ടികൾക്കാണ് മിഠായി കിട്ടിയെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. എത്ര കുട്ടികൾക്ക് കിട്ടി കാണും? 40 ചിൽഡ്രൻ ആണ് മൊത്തം ഉണ്ടായിരുന്നത് അല്ലെ, അതിൽ നിന്ന് മൈനസ് ചെയ്യണം. 40 മൈനസ് 10 ഇസ് ഈക്വൽ ടു എത്ര വരും? 30 ചിൽഡ്രൻ എന്ന് കിട്ടും. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ക്യാൻഡീസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 30 into 4, ഒരാൾക്ക് 4 എണ്ണം വീതം കൊടുത്തെന്നാ പറഞ്ഞ അല്ലെ. 30 into 4 എത്ര വരും? 120. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 120 ക്യാൻഡീസ് എന്ത് ചെയ്യണം? നമ്മള് ഡിവൈഡ് ചെയ്യണം അല്ലെ. 40 കുട്ടികൾക്കുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ 120 ഡിവൈഡഡ് ബൈ 40. അപ്പൊ നമ്മൾ അത് എളുപ്പത്തിന് എന്ത് ചെയ്യണം? 12നെ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 0യും 0യും തമ്മിൽ പോകും. പിന്നെ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 120 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പൊ ഈച്ച് ചൈൽഡ് ഗെറ്റ്സ് എത്രയാണ്? 3 ക്യാൻഡീസ് അല്ലെ. ഓരോ കുട്ടികൾക്കും എത്ര ക്യാൻഡീസ് വീതം കിട്ടി? 3 ക്യാൻഡീസ്. അപ്പൊ 3 ക്യാൻഡീസ് വെച്ച് കൊടുത്താൽ എല്ലാവർക്കും കിട്ടും അല്ലെ. ഇനി അതിന്റെ താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു പസിൽ കോർണർ കൊടുത്തിട്ടുണ്ട് അല്ലെ. വായിച്ചു നോക്കിക്കേ. ഹരിതം ക്ലബ് മെയ്ഡ് സം സോപ്പ് ബാർസ്. This could be packed into boxes of 2, 3, 4 or 6 bars. What is the least number of soaps they made? ഹരിതം ക്ലബ്ബ് ഉണ്ടാക്കിയ സോപ്പ് ഒരു പെട്ടിയിൽ എന്താണ്? 2 എണ്ണവും വീതവും 3 എണ്ണം വീതവും 4 എണ്ണം വീതവും 6 എണ്ണം വീതവും നിറയ്ക്കാൻ കഴിയും. കുറഞ്ഞത് എത്ര സോപ്പ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എത്ര സോപ്പ് ഉണ്ടാകും? എത്രയാണ് വരിക? 12 അല്ലെ. ഈ നെക്സ്റ്റ് പേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ലെറ്റ്സ് പ്ലേ അല്ലെ. ലെറ്റ്സ് പ്ലേ നമുക്കൊന്ന് നോക്കാം. റോൾ എ ഡൈസ് ആൻഡ് മൂവ് എ കൗണ്ടർ അക്കോർഡിംഗ് ടു ദ നമ്പർ യു ഗെറ്റ് ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ ബോക്സസ് ഇറ്റ് ഫോൾസ് ഓൺ. എന്താണ് അവിടെ ഒരു പ്ലേ ചെയ്യാനുള്ള ഒരു കാർഡാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡൈസ് ഉണ്ടാക്കിയിട്ട് ഡൈസ് എറിയണം. അപ്പൊ ഓരോ കളത്തിലും അവിടെ എന്താണ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങളിപ്പം ഡൈസ് ഇട്ടപ്പോ നിങ്ങൾക്ക് 3 ആ കിട്ടുന്നെങ്കിൽ 3യിൽ എഴുതിയിട്ടുണ്ട് 3 into 3. അപ്പോൾ നിങ്ങൾ ഏത് കോളത്തിലേക്ക് പോവും? 6 ആവും. ഇനിയിപ്പം നിങ്ങൾ ഡൈസ് എറിയുമ്പോൾ നിങ്ങൾക്ക് 6 ആണ് വരുന്നതെങ്കിൽ നോക്കിയേ, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? 6 ഡിവൈഡഡ് ബൈ 3 എന്നാണ് കൊടുക്കുക. അപ്പൊ ആ ആൻസർ വരുന്ന കോളത്തിലേക്ക് നമ്മൾ ബാക്കിലേക്ക് പോകും. അങ്ങനെ കളിച്ച് ആദ്യം ആരാണോ ഈ ഹൗസിലെത്തുന്നത് അവരായിരിക്കും വിജയിക്കുക. അപ്പൊ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആ കളി ഫിനിഷ് ചെയ്യുക. നെക്സ്റ്റ് ഏതാണ്? വെൽക്കം കമ്മിറ്റി അല്ലേ. 84 parents came for the meeting of the welcome committee of the work experience camp. They sat in rows of chairs, 6 in each row. How many rows were there? എന്താണ് വെൽക്കം കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആ ക്യാമ്പിൽ എന്താണ് വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പിൽ എന്താണ് ആ യോഗത്തിലേക്ക് എത്ര രക്ഷിതാക്കള് പേരൻസ് ആണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 84 പേരൻസ് വന്നിരിക്കുന്നു. അപ്പൊ അവര് ഓരോ വരിയിലും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓരോ വരിയിലും 6 കസേരയിൽ വീതമാണ് രക്ഷിതാക്കള് ഇരിക്കുന്നത്. അപ്പൊ എത്ര പേരൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 84 പേരൻസ് കെയിം ഫോർ ദ മീറ്റിംഗ്, 6 people sat in a row. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? 84 ഡിവൈഡഡ് ബൈ 6 നോക്കണം. 84 ഡിവൈഡഡ് ബൈ 6 എത്രയാണ് വരുന്നത്? എത്ര വരും? ചെയ്ത് നോക്കിക്കേ. 84 ഡിവൈഡഡ് ബൈ എത്ര കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്മള് 6 കൊണ്ട് അല്ലേ. അപ്പൊ ഏത് ടേബിൾ ആണ് ചൊല്ലി നോക്കേണ്ടത്? 8നെ എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 6 കൊണ്ട്. അപ്പൊ 6ന്റെ ടേബിൾ ചൊല്ലി നോക്കുക. 1 into 6 6, 2 into 6 എത്ര ആയി പോവും? 12 ആയി പോവും. അപ്പൊ 1 into 6 equal to 6 ഇവിടെ എഴുതി. നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? 8ൽ നിന്ന് 6 കുറച്ച് നോക്കുക. അപ്പൊ എത്ര വരും? 2. ഈ 4 അതേപടി താഴോട്ട് ഇറക്കിയത്.
ഇനി എന്താണ് ചെയ്യേണ്ടത്? 24നെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ എത്ര വരും? 4 into 6 ആണ് എത്ര? 24. 4 പോകുമ്പോൾ 0, 2 പോകുമ്പോൾ 0 കിട്ടും അല്ലെ? എത്രയാണ് അപ്പൊ ആൻസർ വരുന്നത്? 14 നമുക്ക് ആൻസർ കിട്ടും. അപ്പം ടോട്ടൽ എത്ര റോസ് ഉണ്ട്? 14 റോസ് അല്ലെ? 14 റോകള് ഉണ്ട്. ഇനി some more parents joined when the meeting started. Now there were 8 in each row. No new rows added. How many in all attended the meeting? എന്താണ്? ആ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ എന്താണ്? കുറെ രക്ഷിതാക്കൾ കൂടി വന്നു. അപ്പൊ വരികളുടെ എണ്ണം ഒന്നും മാറ്റിയില്ല. ഓരോ വരിയിലും പിന്നെ എത്ര പേരായി? 8 പേർ വീതമായി. അപ്പൊ യോഗത്തില് മീറ്റിംഗിൽ ആകെ എത്ര പേര് പങ്കെടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? 14 റോസ് ആണ് മൊത്തം ഉള്ളത് അല്ലെ? വരികളുടെ എണ്ണം ഒന്നും മാറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 14 into 8 ആണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് പേരൻസ് അറ്റൻഡഡ് ദ മീറ്റിംഗ് എത്രയാണ്? 14 into 8. 14 into 8 എത്ര വരും? 112 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ? 112. നിങ്ങക്ക് മനസ്സിലായോ? ആദ്യം നമ്മൾ 14 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? റോ 14 കണ്ടുപിടിച്ചു. പിന്നെ എത്രയാണ്? വരികളുടെ എണ്ണം മാറ്റാതെയാണ് 8 പേരും കൂടെ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 14 into 8 ആണ് നോക്കേണ്ടത്. 14 into 8 എത്ര വരും? 112 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഡിവിഷൻ ഈസ് സോ ഈസി. അവിടെ നോക്കിക്കേ. 8 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 8 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് വരുന്നത്? 20 വരും. 800 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 200 വരും അല്ലെ? അതുപോലെ 6ന്റെ എഴുതുവാണെങ്കിൽ നോക്കിയേ. 6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 2 വരും. 60 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്ര വരും? 20. 600 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 200. ഇനി അടുത്ത് വേറെ നോക്കിയേ. ഒരെണ്ണം കൂടെ നമ്മൾ അവിടെ എഴുതണം. 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 2. 40 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 20. 400 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 200. ഇനി നെക്സ്റ്റ് നോക്കിയേ. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ. 8 into 1 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 8. 8 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു എത്ര വരും? 8. 8 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 എന്ന് വരും. 5 into 1 ഈസ് ഈക്വൽ ടു 5. 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് എത്രയാണ്? 5. 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 1. 6 into 1 ഈസ് ഈക്വൽ ടു 6. 6 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു എത്ര വരും? 6. 6 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു എത്രയാണ്? 1. ഇനി അതുപോലെ നമ്മൾ വേറെ ഒരെണ്ണം എഴുതണം. 4ന്റെ എഴുതി നോക്കിക്കേ. 4 into 1 എത്ര വരും? 4. 4 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു എത്ര വരും? 4. 4 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. ഇനി എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു പസിൽ കോർണർ കൊടുത്തിട്ടുണ്ട് അല്ലെ? പസിൽ കോർണർ നോക്കിക്കേ. ഒന്നാമത്തെ പസിൽ വായിച്ചേ. എ നമ്പർ വാസ് മിസ്റ്റേക്കൻലി മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിംഗ് ബൈ 2 ആൻഡ് ദ ആൻസർ വാസ് 240. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദ നമ്പർ വാസ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഒരു സംഖ്യയെ എന്ത് ചെയ്തു? 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് എന്ത് ചെയ്തു? അവര് ഗുണിച്ചു. അപ്പൊ ഉത്തരം എത്രയാണ് കിട്ടിയത്? 240. What would have been the answer if the number was divided by 2? എന്താണ്? സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എത്രയാകുമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആൻസർ എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്പർ ഇൻറ്റു 2 ആണ് നമുക്ക് 240 കിട്ടിയത് അല്ലെ? ഏത് നമ്പർ ആണെന്ന് നമുക്ക് അറിയില്ല. ഏതോ ഒരു നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 240 കിട്ടിയെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ നമ്പർ കണ്ടുപിടിക്കാൻ എന്നാ വേണ്ടത്? 240 എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലെ? 240 ഡിവൈഡഡ് ബൈ 2 നോക്കണം, ഹരിക്കണം. 240നെ 2 കൊണ്ട് ഹരിക്കുമ്പം നമ്മൾക്ക് ശരിക്കും ഉള്ള സംഖ്യ കിട്ടും അല്ലെ? അപ്പോൾ എത്ര കിട്ടി? 120 എന്ന് നമുക്ക്
ആൻസർ കിട്ടും അല്ലെ 120. അപ്പോൾ കറക്റ്റ് ആൻസർ എങ്ങനെ വരും 120 ഡിവൈഡഡ് ബൈ 2. 120 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 60. കറക്റ്റ് ആൻസർ എത്രയാണ് വരുന്നത് 120 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 60. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്രയാണ് എ നമ്പർ വാസ് മിസ്റ്റേക്കൻലി ഡിവൈഡഡ് ബൈ 2 instead of multiplying by 2 and the answer was 60. What would have been the answer if the number was multiplied by 2? ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്തു 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ ഉത്തരം എത്ര കിട്ടി 60 കിട്ടി. അപ്പൊ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ എത്രയാ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്പർ ഡിവൈഡഡ് ബൈ 2 ആണ് 60 അല്ലെ ഏതോ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 2 ആണ് 60. അപ്പൊ ആദ്യം നമ്പർ കണ്ടുപിടിക്കാം. നമ്പർ ഏതാണ് 60 into 2 ആണ് 120. അപ്പൊ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് വരുന്നത് 120 into 2 ആണ്. 120 into 2 എത്രയായിരുന്നു എത്ര കിട്ടും 240. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ instead of finding half of a number mistakenly doubled and the answer was 100, what would have been the answer if half of the number was calculated? ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം എന്താണ് കണ്ടത് ഇരട്ടിയാണ് കണ്ടത്. അപ്പൊ എന്ത് ചെയ്തു ഉത്തരം എത്രയാ കിട്ടിയത് 100 കിട്ടി. പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എന്താകുമായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു നമ്പർ ഇൻറ്റു 2 ആണ് എത്ര വരിക ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്പർ ഡാഷ് ഏതോ ഒരു നമ്പർ ഇൻറ്റു 2 = 100. അപ്പൊ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 100 ഡിവൈഡഡ് ബൈ 2 = എത്ര കിട്ടും 50 എന്ന് കിട്ടും. അപ്പൊ ഇതെന്നാ ചോദിച്ചിരിക്കുന്നത് എന്താണ് പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എന്തായിരിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 50 divided by 2. 50 divided by 2 എത്രയാണ് 25. എത്രയാണ് 25. നെക്സ്റ്റ് എന്താണ് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ സുഹറ ചാർജസ് 250 rupees for sewing a churidar. If she got 1000 rupees, how many churidars did she sew? How many churidars must she sew to get 10,000 rupees? എന്താണ് ചോദിച്ചിരിക്കുന്നത് ഒരു ചുരിദാർ തയ്ക്കാൻ സുഹറയ്ക്ക് എത്രയാണ് കൂലി 250 rupees ആണ് കൂലി വാങ്ങുന്നത്. അപ്പൊ ചുരിദാർ തയ്ച്ച വകയിൽ എത്ര രൂപ കൂലിയായി കിട്ടി 1000 രൂപ കൂലിയായിട്ട് കിട്ടി. അപ്പൊ എത്ര ചുരിദാറാണ് സുഹറ തയ്ച്ചതെന്ന് കണ്ടുപിടിക്കണം. പിന്നെ എത്രയാണ് 10,000 രൂപ 10,000 rupees കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം എന്നും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ചാർജ് എത്രയാണ് ദ ചാർജസ് ഫോർ സൂവിങ് എ ചുരിദാർ ഒരു ചുരിദാർ തയ്ക്കുന്നതിന് എത്രയാണ് 250 rupees. ഇഫ് ഷീ ഗെറ്റ് 1000 rupees കിട്ടണമെങ്കിൽ എത്ര ചുരിദാർ തയ്ച്ചു കാണുമായിരിക്കാം എങ്ങനെ ചെയ്യണം അത് 1000 divided by 250 നോക്കണം. അപ്പൊ എത്ര വരും 4 ചുരിദാർസ്. ഇനി 10,000 rupees കിട്ടണമെങ്കിൽ എത്ര ചുരിദാർ കണ്ടുപിടിക്കണമെന്ന് അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് she need to sew 10,000 divided by 250. അപ്പോൾ എത്ര ചുരിദാർ തയ്ച്ചു കാണും 40 ചുരിദാർസ് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് Siyus bought 12 packets of pen, each containing half a dozen. He divided them into packets of 4 each. How many packets are there? മാർക്കറ്റിൽ നിന്ന് സിയൂസ് എന്ത് ചെയ്തു 1/2 ഡസൻ വീതമുള്ള 12 പാക്കറ്റ് പേന വാങ്ങി. അപ്പൊ അതെന്ത് ചെയ്തു 4 എണ്ണം വീതമുള്ള എത്ര പാക്കറ്റിലാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1/2 ഡസൻ ഹാഫ് എ ഡസൻ എന്ന് വെച്ചാൽ എത്രയാണ് 6 അല്ലെ 1 ഡസൻ എന്ന് പറയുന്നത് എത്രയാണ് 12. അപ്പൊ ഹാഫ് എ ഡസൻ എന്ന് പറയുന്നത് എത്രയാണ് 6. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് എത്രയാണ് 12 into 6. 12 into 6 എത്രയാണ് 72. ഇനി ഇഫ് ദ പാക്കറ്റ്സ് ആർ പാക്ഡ് വിത്ത് 4 പെൻസ് വെച്ച് പാക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്ര വരും
72 ഡിവൈഡഡ് ബൈ 4 കണ്ടുപിടിക്കണം. 72 ഡിവൈഡഡ് ബൈ 4 നമ്മൾ മുമ്പ് ചെയ്താ നോക്കിയതാണ് അല്ലേ? എത്രയായിരുന്നു? 18. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എത്ര നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 48 notebooks were distributed among 5 children. The first child got 3 books more than the others, and all others got the same number of notebooks. How many books did the first child get? അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന്? 48 നോട്ട് ബുക്കുകൾ അല്ലെ, 48 നോട്ട് ബുക്ക് വീതം 5 പേർക്കായിട്ടാണ് വീതിക്കുന്നത്. 5 ചിൽഡ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് എത്ര നോട്ട് ബുക്ക് കൂടുതൽ കിട്ടി? 3 നോട്ട് ബുക്ക് കൂടുതൽ കിട്ടി. അപ്പൊ മറ്റുള്ളവർക്കെല്ലാം എന്താണ്? ഒരേ എണ്ണമാണ് കിട്ടിയത്. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് എത്ര നോട്ട് ബുക്കാണ് കിട്ടിയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 48 മൈനസ് 3 നോക്കുക. 48 മൈനസ് 3 എത്രയാണ് വരുന്നത്? 45 എന്ന് വരും അല്ലേ? 3 ബുക്കല്ലേ കൂടുതൽ കിട്ടിയത്. അപ്പൊ ബാക്കി എല്ലാവർക്കും തുല്യമായിരിക്കണം. അപ്പൊ 48 മൈനസ് 3 നോക്കുക. അപ്പൊ 45 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 45 ഡിവൈഡഡ് ബൈ 5 നോക്കുക. എത്രയാണ് 45 ഡിവൈഡഡ് ബൈ 5? എത്രയാണ്? 9 നോട്ട് ബുക്സ് അല്ലെ. 9 into 5 ആണ് 45. 45നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പൊ 9 നോട്ട് ബുക്സ് കിട്ടും. അപ്പൊ ഫസ്റ്റ് ചൈൽഡിന് എത്രയായിട്ട് ആയിരിക്കും കിട്ടുക? ആ 9ന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ചെയ്യണം? 3യും കൂടെ കൂട്ടുക. അപ്പൊ 9 plus 3 എത്രയാണ് വരുന്നത്? 12 നോട്ട് ബുക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? മിൻഹ ഗോട്ട് 3500 rupees by selling pencil. It was all in 100 rupees note. How many 100 rupee notes? If all were in 500 rupee notes, how many 500 rupee notes would have been there? അപ്പം പെൻസിൽ വിറ്റ പകല് മിൻഹയ്ക്ക് എത്ര രൂപ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3500 അല്ലെ, 3500 രൂപ കിട്ടി. എല്ലാം എത്രയുടെ നോട്ടുകളായിരുന്നു? എല്ലാം എത്രയുടെ നോട്ടുകളാണ്? 100ന്റെ നോട്ടുകൾ. അപ്പൊ എത്ര നോട്ടുകളാന്ന് കിട്ടണം. പിന്നെ 500ന്റെ നോട്ട് ആയിരുന്നെങ്കിൽ എത്ര നോട്ട് ആകുമായിരുന്നു, എത്ര നോട്ട് കിട്ടുമായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്നാ ചെയ്യണം? 100 rupees നോട്ട് എത്രയുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 3500 ഡിവൈഡഡ് ബൈ 100 അല്ലെ, അത് എത്ര വരും? 35 നോട്ട്സ്. ഇനി 500ന്റെ നോട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്നാ വേണ്ടത്? 3500 ഡിവൈഡഡ് ബൈ 500 നോക്കുക. അപ്പൊ എത്രയാണ് വരുന്നത്? 7 നോട്ട്സ്. നിങ്ങൾ ആ 0 രണ്ടും കൂടെ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 7 നോട്ട്സ്. മറ്റേത് 100ന്റെ ആണെങ്കിലോ എത്ര വരും? 35 നോട്ട്സ് എന്നും വരും അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. The price and the price of a notebook is double the price of a pen. The price of 6 notebook is 72 rupees. What is the price of a pencil? ഒരു പെൻസിലിന്റെ ഇരട്ടി വിലയാണ് എന്ത്? പേനയ്ക്ക്. പേനയുടെ ഇരട്ടി വിലയാണ് എന്തിന്? നോട്ട് ബുക്കിന്. അപ്പൊ 6 നോട്ട് ബുക്കിന്, 6 നോട്ട് ബുക്കിന് 72 രൂപ അല്ലെ, 72 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു പെൻസിലിന്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ പ്രൈസ് ഓഫ് 6 നോട്ട് ബുക്ക് അതവിടെ എഴുതി വെക്കുക. എത്രയാണ്? 72 rupees. അപ്പൊ 1 ബുക്കിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? 72 ഡിവൈഡഡ് ബൈ 6 എത്രയാണ് വരുന്നത്? 12 rupees. അപ്പം പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ദ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക്. നോട്ട് ബുക്കിന്റെ പകുതിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 6 rupees. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ നേർപകുതിയാണ് എന്തിന്റെ? പെൻസിലിന്റെ അല്ലെ. പ്രൈസ് ഓഫ് 1 പെൻസിൽ എങ്ങനെയാണ്? ഹാഫ് ദ പ്രൈസ് ഓഫ് എ 1 പെൻ. അപ്പൊ എത്ര വരും? 6 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 3 rupees. ഇങ്ങനെ കേൾക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. 3-4 തവണ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക, എന്നിട്ട് ചെയ്തു നോക്കണം കേട്ടോ. ഇനി 6th ക്വസ്റ്റ്യൻ എന്താണ്? മേധ ആൻഡ് മിത്ര made the same number of dolls. 50 added to half the number of dolls Medha made gives the number of dolls Mitra made.
ഹൗ മെനി ഡോൾസ് ഡിഡ് മിത്ര മേക്ക്? മേധയും മിത്രയും ഒരേ എണ്ണം ഡോൾസിനെ ഉണ്ടാക്കി. മേധ ഉണ്ടാക്കിയ ഡോൾസിന്റെ എണ്ണത്തിന്റെ പകുതിയോട് 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ ഡോൾസിന്റെ എണ്ണം കിട്ടും. അപ്പൊ മിത്ര എത്ര എണ്ണമാണ്, എത്ര ഡോൾസിനെയാണ് ഉണ്ടാക്കിയതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ഡോൾസ് മെയ്ഡ് ബൈ മിത്ര എങ്ങനെയാണ്? എത്ര ഉണ്ടാക്കി? ഹാഫ് ദ നമ്പർ ഓഫ് ഡോൾസ് മേധ മെയ്ഡ്. അതിന്റെ കൂടെ എന്തും കൂടെ ചെയ്യണം? 50 കൂടെ കൂട്ടണം അല്ലേ? This means that the number of dolls made by Mitra is 50 more than the number of dolls made by Medha. Since both of them made the same number of dolls, right? Half the number of dolls made by Medha plus 50 is equal to number of dolls by Medha. From this we will get that half the number of dolls made by Medha is equal to 50. So, the number of dolls made by Medha equal to 100 equal to number of dolls made by Mitra. അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.